കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദീപാവലിയാണ്, അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നിർബന്ധമായും എല്ലാവരും ഭഗവതി ക്ഷേത്ര ദർശനം നടത്തണം. എത്ര ക്ഷേത്ര ദർശനം നടത്താമോ അത്രയും ക്ഷേത്രങ്ങൾ ദർശിക്കണം. 3 ഭഗവതി ക്ഷേത്രങ്ങളെങ്കിലും ദർശിക്കാൻ സാധിക്കുന്നെങ്കിൽ അങ്ങേയറ്റം ഉത്തമം. നിങ്ങൾക്ക് വീടിനടുത്തുള്ള ഭഗവതി ക്ഷേത്രങ്ങൾ ദർശിച്ചാലും മതി. മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്താവുന്നതാണ്. ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി ആയിക്കോട്ടെ, ദുർഗയായിക്കോട്ടെ, സരസ്വതി ആയിക്കോട്ടെ, ഭദ്രകാളി ആയിക്കോട്ടെ, ഏത് ദേവീ ക്ഷേത്രമാണോ നിങ്ങൾക്ക് അടുത്ത് ഉള്ളത് ആ ക്ഷേത്രത്തിൽ നിർബന്ധമായും ദർശനം നടത്തണം. മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്താൻ സാധിക്കുന്നെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠം. ദീപാവലി ദിവസം അമാവാസി ആയതുകൊണ്ട് തന്നെ നിർബന്ധമായും പിതൃപൂജ ചെയ്യണം. ദേവപൂജയേക്കാൾ പ്രാധാന്യം പിതൃപൂജയ്ക്കാണുള്ളത്. ദേവന്മാരുടെ പ്രാർത്ഥന, ദേവന്മാരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പിതൃക്കളെ സന്തോഷപ്പെടുത്തണം. അവർ സന്തോഷിച്ചാൽ മാത്രമേ ദേവന്മാരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിർബന്ധമായും നാളത്തെ ദിവസം, പ്രത്യേകിച്ച് അമാവാസി കൂടിയായതിനാൽ പിതൃപൂജ നിർബന്ധമായും ചെയ്യണം. നിങ്ങൾ എന്തൊക്കെയാണോ വിശേഷപ്പെട്ട് നാളെ ഉണ്ടാക്കുന്നത്, ദീപാവലിക്ക് വേണ്ടി എന്തൊക്കെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ എല്ലാം ഓരോ പങ്ക് നിങ്ങൾ നിർബന്ധമായും പിതൃക്കൾക്ക് കൊടുക്കണം. ഒന്നുകിൽ വിളക്കത്ത് വെക്കുക, അതല്ലെങ്കിൽ കാക്കകൾക്ക് കൊടുക്കുക. ചില സ്ഥലങ്ങളിൽ കാക്കകൾ കാണില്ല, പ്രാവുകളായിരിക്കും, മൈനകളായിരിക്കും. ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലുള്ള പക്ഷികളായിരിക്കും കൂടുതലായിട്ടുള്ളത്. ഏത് പക്ഷിക്കാണോ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് ആ പക്ഷിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് രാവിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം, പടച്ചോറ് അത് കൊടുക്കാം. അതല്ലെങ്കിൽ മലര് പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചു കൊടുക്കാം. ക്ഷേത്രത്തിലെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കാം. അങ്ങനെ പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കണം നാളത്തെ ദിവസം. അതുകൂടാതെ തന്നെ പിതൃപൂജ അല്ലെങ്കിൽ പിതൃബലി അനുഷ്ഠിക്കാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ അത് ചെയ്യണം. പിതൃക്കൾക്ക് വേണ്ടിയുള്ള പൂജകൾ ചെയ്യണം. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം. ഇനി എന്തൊക്കെ വഴിപാടുകളാണ് നടത്തേണ്ടത്? നിർബന്ധമായും ദേവിക്ക് നെയ്വിളക്ക് അത് സമർപ്പിക്കണം. വെളുത്ത നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ഭഗവതിക്ക് അർച്ചന നടത്തണം. വെളുത്ത നിറത്തിലുള്ള മാലകൾ, പൂമാലകൾ ഭഗവതിക്ക് കൊടുക്കണം. വെളുത്ത നിറത്തിലുള്ള ഉടയാട മേടിച്ചു കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്. ഭഗവതിക്ക് കടുംപായസം കഴിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കടുംപായസം കഴിപ്പിക്കണം. ത്രിമധുരം, ചില ക്ഷേത്രങ്ങളിൽ ത്രിമധുരം നേദിക്കാറുണ്ട്. ത്രിമധുരം വളരെ ശ്രേഷ്ഠമാണ്. എന്തു തന്നെയായാലും വെളുത്ത നിറത്തിലുള്ള പൂക്കൾ, വെളുത്ത നിറത്തിലുള്ള ഉടയാട, നെയ്വിളക്ക്, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്നത് ഭഗവതിക്ക് സമർപ്പിക്കുക. ഇത് 3ഉം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും ഉത്തമം. ഇനി ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഒന്ന് പറിച്ച് ഒരു മാല കെട്ടി കൊടുക്കുകയോ, അതിനും വേണ്ടിയിട്ടുള്ള മാല കെട്ടാനും വേണ്ടിയിട്ടുള്ള പൂക്കൾ ഇല്ലെങ്കിൽ പൂക്കളായിട്ടെങ്കിലും ഭഗവതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത ആളുകൾ വീട്ടിലെങ്കിലും ഭഗവതിക്ക് വെളുത്ത നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ത്രിമധുരം വീട്ടിലുണ്ടാക്കി നേദിച്ചാലും മതി. എന്താണോ നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യം അത് ചെയ്യുക. ക്ഷേത്ര ദർശനം ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ നടത്തണം, നടത്താതിരിക്കരുത്. കാരണം മഹാലക്ഷ്മിയുടെ സാന്നിധ്യം, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് നിർബന്ധമായും ഉണ്ടാകണം. കാരണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ നിലനിൽക്കണമെന്നില്ല. ഇക്കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. എത്ര ദീപങ്ങൾ തെളിയിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും ദീപങ്ങൾ തെളിയിക്കുക. ഭഗവതിക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ, നമ്മുടെ പൂജാമുറിയിൽ 13 ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു. 13 ദീപങ്ങൾ പൂജാമുറിക്കകത്ത് അല്ലെങ്കിൽ നമ്മൾ വിളക്ക് തെളിയിക്കുന്നതിൻ്റെ
അവിടെ തന്നെ 13 മൺചിരാതുകൾ നിരത്തി വെച്ച് കത്തിക്കണം. അതുപോലെ തന്നെ അതുകൂടാതെ ഒരു നിലവിളക്കും അത് നിർബന്ധമായും ഈ 13 മൺചിരാതുകൾ നിരത്തി വെച്ച് തെളിയിക്കുകയും അതുകൂടാതെ 5 തിരിയിട്ട ഒരു നിലവിളക്കും, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും പൂജാമുറിക്കകത്ത് വിളക്ക് തെളിയിക്കുന്ന ഭാഗത്ത് നമ്മൾ തെളിയിക്കണം. അതുകൂടാതെ ദീപാവലിയാണ്, നമ്മൾ ധാരാളം വിളക്കുകൾ തെളിയിച്ച് ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമായും ചെയ്യണം. ഒരു കാരണവശാലും നോൺ വെജ് കഴിക്കരുത്. വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുക. പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കത്തിച്ച് കളയാനുണ്ടെങ്കിൽ കത്തിച്ച് കളയുക, ഉപേക്ഷിക്കുക. വീട്ടിലേക്ക് മഹാലക്ഷ്മി വരുന്ന ദിവസമാണ്, മഹാലക്ഷ്മിയെ സ്വാഗതം ചെയ്യുക. മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുക. മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ 1-2 സ്വീറ്റ്സ് ഞാൻ ഉണ്ടാക്കി കൗസ്തുഭം വെജ് ഫുഡ്സിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണണം. അതനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഭഗവതിക്ക് സമർപ്പിക്കണം. അതുകൂടാതെ ലക്ഷ്മി ദേവിയെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഇനി ഒരു പ്രധാനപ്പെട്ട മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ മന്ത്രം നിങ്ങളുടെ ദേവത നാളത്തെ ദിവസം നിങ്ങളുടെ ദേവത, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവത ആരാണോ ആ ദേവത നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കണം. നിങ്ങൾക്കിപ്പോൾ ഗുരുവായൂരപ്പനെയാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാണ് ഈ ദീപാവലി മുതൽ നിങ്ങൾക്ക് ജപിക്കാനായിട്ട്. നിങ്ങളുടെ സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിക്കും വേണ്ടി നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവത ആരാണോ ആ ദേവത നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാണ് എന്ന് മനസ്സിൽ നിശ്ചയിക്കണം. ആ ദേവതയെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ നാമം എല്ലാ ദിവസവും നിങ്ങൾ ജപിക്കണം. പീരീഡ്സ് ആയിരിക്കുന്ന ദിവസങ്ങളിൽ ജപിക്കേണ്ട, അതല്ലാത്ത എല്ലാ ദിവസങ്ങളും നിങ്ങൾ ജപിക്കണം. കുളിച്ച് ശുദ്ധമായി ഇരുന്ന് വേണം ഈ നാമം ജപിക്കാനായിട്ട്. ഇതൊരു മന്ത്രമാണ്. നിങ്ങൾക്കിപ്പോൾ മീനൊക്കെ കഴിച്ചു എന്ന് വെച്ചു, അങ്ങനെയാണല്ലോ കേരളത്തിലുള്ള ആളുകൾ നിത്യവും മീനൊക്കെ കഴിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുമുള്ളത്. അപ്പം മീനൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് മീൻ കഴിച്ചു എന്ന് കരുതിയിട്ട് സാരമില്ല, വൈകുന്നേരം നിങ്ങൾ നിർബന്ധമായി കുളിക്കണം. കുളിച്ച് ശുദ്ധമായിരുന്ന് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. കുളിച്ച് ശുദ്ധമായിരുന്ന് നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയൊക്കെ വൃത്തിയാക്കി ഭഗവതിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ഭഗവതിക്ക് എന്തെങ്കിലും ഒരു നൈവേദ്യം, ഒന്നുകിൽ ഒരു പഴമായിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ 2 കൽക്കണ്ടമാകട്ടെ, എന്താണോ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾ സമർപ്പിച്ചിട്ട് നിങ്ങൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു മാല, അതായത് 108 മണികളുള്ള ഒരു മാല, അല്ലെങ്കിൽ 3 മാല, അല്ലെങ്കിൽ 8 മാല, എത്രയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അത്രയും തവണ ഈ നാമം ജപിക്കണം. സന്ധ്യയ്ക്കാണ് ജപിക്കുന്നതെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉച്ചയ്ക്ക് മീൻ കഴിച്ചാലും സാരമില്ല, കുളിച്ച് ശുദ്ധമായിട്ടിരുന്ന് ജപിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഈ നാമം ജപിക്കാൻ ഏറ്റവും ഉത്തമം അതിരാവിലെ 4 മണി മുതൽ 6 മണിക്ക് വരെയുള്ള ഇടയ്ക്കുള്ള സമയമാണ്. 4 തൊട്ട് 6 ഇടയ്ക്കുള്ള സമയമാണ് ഈ നാമം ജപിക്കാൻ ഏറ്റവും ഉത്തമം. ആ സമയത്ത് ജപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ബുദ്ധമതസ്ഥരുടെ ഒരു നാമമാണ്. ബുദ്ധദേവതയായ വസുന്ധരാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിദേവിക്ക് സമമായ ദേവിയാണ്. ഭൂമിദേവിയെ തന്നെയാണ് അവർ ഈ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഈ നാമം ജപിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു 23 ദിവസത്തിനുള്ളിൽ തന്നെ പോസിറ്റീവായ റിസൾട്ട് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ധാരാളം അനുഭവസ്ഥരുണ്ട്, ഞാനും അനുഭവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് അതിരാവിലെ 4 6 ഇടയ്ക്കുള്ള സമയം. ഈ സമയത്ത് ദേവിക്ക് നൈവേദ്യം സമർപ്പിച്ച് 5 തിരിയിട്ട് വിളക്കു തെളിയിച്ച് കുളിച്ച് ശുദ്ധമായിരുന്ന് ആദ്യം വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച്, പിന്നീട് പിതൃക്കളെ പ്രാർത്ഥിച്ച്, പിന്നീട് നമ്മുടെ കുടുംബദേവതയെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ 3 പേരെയും മനസ്സിലോർക്കണം. ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം, രണ്ടാമത് നമ്മുടെ പിതൃക്കളെ മനസ്സിലോർക്കണം, അതിനുശേഷം നമ്മുടെ കുടുംബദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഈ മന്ത്രം ഉപദേശിച്ചു തന്ന നിങ്ങളുടെ ഗുരുവിനെ, അതായത് ഞാൻ പറഞ്ഞു ഞാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ നാമം പറഞ്ഞു തന്നത് എങ്കിൽ പോലും നിങ്ങൾ ഗുരുസ്ഥാനത്ത് കാണേണ്ടത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഇഷ്ടദേവതയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനാകാം, അതല്ലെങ്കിൽ
മഹേശ്വരനാകാം, അല്ലെങ്കിൽ വിനായകനാകാം, അല്ലെങ്കിൽ ശാസ്താവാകാം, അയ്യപ്പസ്വാമിയാകാം. ആരാണോ നിങ്ങളുടെ ഗുരു, ദേവതാ സ്ഥാനത്തുള്ള ആ ഗുരുവിനെ ഒരു നിമിഷം മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ നാമം നിങ്ങൾക്ക് 1 മാല, 3 മാല, 8 മാല, ഇങ്ങനെ എത്ര തവണ ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ നിങ്ങൾ ദേവിക്ക് നൈവേദ്യം സമർപ്പിച്ച് 5 തിരിയിട്ട് വിളക്കു തെളിയിച്ച് ശുദ്ധമായ ഏകാഗ്രമായ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 തരത്തിലുള്ള സമ്പത്ത് ഉണ്ടാകും. അതായത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, ദുസ്വഭാവങ്ങൾ മാറി നല്ല സ്വഭാവ ഗുണത്തോടു കൂടി നിങ്ങൾ വരും. കാരണം നമുക്ക് ഏതെങ്കിലുമൊക്കെ ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ അത് നമുക്ക് ചീത്തപ്പേരുണ്ടാക്കും. അതൊക്കെ മാറി നല്ല സ്വഭാവത്തിലേക്ക് നമ്മൾ വരും. ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് നല്ല ബഹുമാനം കിട്ടും. സന്തതി പരമ്പരകൾ ഉണ്ടാകും, അവർക്ക് ഐശ്വര്യമുണ്ടാകും, ദീർഘായുസ് ഉണ്ടാകും, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും, സൽപ്പേര് അത് നമുക്കുണ്ടാകും, നല്ല ജ്ഞാനമുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടാകും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ, നമ്മുടെ കുടുംബത്തിനുണ്ടായാൽ തന്നെ നമുക്ക് ശ്രേഷ്ഠമായ ജീവിതം, സമൂഹത്തിൽ ഉന്നതമായ ബഹുമാനങ്ങളോട് കൂടിയുള്ള ജീവിതം നമുക്ക് നയിക്കാനായിട്ട് പറ്റും. ഈ നാമത്തെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട്. അതായത് പണ്ട് സുചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ദരിദ്രനായൊരു മനുഷ്യനുണ്ടായിരുന്നു. ഇദ്ദേഹം ബുദ്ധമതം വിശ്വസിക്കുന്ന ആളായിരുന്നു. ഇദ്ദേഹം സാമ്പത്തികമായും ഒക്കെ വളരെ ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ജീവിതത്തിൽ ഒന്ന് കരകയറണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തി, പക്ഷേ ഒരു ഫലവും കിട്ടിയില്ല. നന്നായി അധ്വാനിക്കുന്ന മനുഷ്യനുമാണ്, പക്ഷെ അധ്വാനിച്ചിട്ടൊന്നും വേണ്ട വിധത്തിലുള്ള ഒരു അഭിവൃദ്ധി അയാൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം വളരെ വിഷമിച്ച് ഒരു ബുദ്ധ സന്യാസിയായ ശാക്യമുനിയെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് ശാക്യമുനിയോട് പറയുന്നു, ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു തരത്തിലുള്ള മേന്മയും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ശാക്യമുനി ഉപദേശിച്ചു കൊടുത്ത നാമമാണ്. ഈ ശാക്യമുനി ഉപദേശിച്ചു കൊടുത്ത നാമം അനുസരിച്ച് ഇദ്ദേഹം പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹം ചെന്ന് ഈ മുനിയോട് നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മുനി പറഞ്ഞ കാര്യം, നിങ്ങളിത് സമൂഹത്തിന് ഉപദേശിച്ചു കൊടുക്കൂ, സമൂഹത്തിന് നന്മയുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം ഉപദേശിച്ച് തന്നതാണ് ഈ മന്ത്രം നമുക്ക് വേണ്ടി. ഇത് ബുദ്ധമതത്തിൽപ്പെട്ട ആളുകൾ സ്ഥിരമായി ജപിക്കുന്ന ഒരു മന്ത്രമാണ്. അവർക്ക് അതിൻ്റേതായ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പറയുന്നുമുണ്ട്. നമ്മുടെ നാട്ടിലും ധാരാളം ആളുകൾ ഈ മന്ത്രം രഹസ്യാത്മകമായ രൂപത്തിൽ ജപിക്കാറുണ്ട്. അതായത് അതിരാവിലെ അവർ നൈവേദ്യം സമർപ്പിച്ച് വേണ്ട വിധത്തിലുള്ള പൂജാമന്ത്രങ്ങളോടുകൂടി അവർ ജപിക്കാറുണ്ട്. അങ്ങനെ ജപിക്കുന്നതിൻ്റെ ഫലമായിട്ട് ധാരാളം ഐശ്വര്യങ്ങൾ അവർക്ക് ലഭിക്കാറുണ്ട്. വെള്ളപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. ഇല്ലെങ്കിൽ ചുമന്ന പൂക്കൾ, അല്ലെങ്കിൽ തുളസിപ്പൂക്കൾ, ഏതാണോ നമുക്ക് നമ്മുടെ കൈവശമുള്ളത് അതനുസരിച്ചിട്ട് പ്രാർത്ഥിക്കാം. എങ്കിലും കൂടുതൽ ഉത്തമം വെള്ളപ്പൂക്കളാണ്. നിങ്ങൾക്ക് പഴം ദേവിക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം. ദിവസവും ഒരു പഴം, അത് നിങ്ങൾക്ക് ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കാം. ത്രിമധുരം, അത് നിങ്ങൾക്ക് ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കാം. കൽക്കണ്ടം, അത് നിങ്ങൾക്ക് ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കാം. പഞ്ചസാര ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കാം. അങ്ങനെ എന്താണോ നമ്മുടെ കൈവശമുള്ളത് അത് ഭഗവതിക്ക് സമർപ്പിച്ച് അടുപ്പിച്ചൊന്ന് ജപിച്ചു നോക്കൂ. 23 ദിവസം അടുപ്പിച്ച് ജപിക്കുമ്പം തന്നെ അതിൻ്റേതായ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ഈ ഒരു മന്ത്രം സ്വീകരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഐശ്വര്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആ മന്ത്രം ഇതാണ്: ഓം വസുധരായേ സ്വാഹ, ഓം വസുധരായേ സ്വാഹ, ഓം വസുധരായേ സ്വാഹ. ഇതാണ് ആ നാമം. ഇത് നിങ്ങൾക്ക് 108 പൂക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ 108 പൂക്കളിൽ ഓരോ പൂക്കളെടുത്ത് ഭഗവതിയുടെ തൃപ്പാദങ്ങൾ സമർപ്പിച്ച് ഈ മന്ത്രം ആ രീതിയിൽ നിങ്ങൾക്ക് ജപിക്കാം. അത് വളരെ ഉത്തമമാണ്. അതൊരു അർച്ചനയാണ്. അത് വെള്ളപ്പൂക്കളാകാം, ചുവന്ന പൂക്കളാകാം, തുളസി പൂക്കളാകാം, ഏതാണോ ഇതെല്ലാം കൂടി ചേർന്നിട്ടാകാം, അല്ലെങ്കിൽ തെറ്റിപ്പൂക്കളാകാം, നമ്മുടെ ഇഷ്ടം. ഏത് പൂക്കളാണോ 108 എണ്ണമുള്ളത് ആ 108 പൂക്കൾ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് എണ്ണം തെറ്റത്തുമില്ല. ഓരോ പൂക്കളായിട്ടെടുത്ത്
മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ നിലവിളക്കിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ജപമാല ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിക്കാം. പക്ഷേ തെറ്റരുത്. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും പൂക്കൾ കിട്ടണമെന്നില്ല. പൂക്കളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ജപമാല ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിക്കുക. വളരെ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടിയിരുന്ന് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ജപിക്കേണ്ട. ആ സമയത്ത് മനസ്സിൽ നമ്മളിങ്ങനെ ദേവിയെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇക്കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. ഈ നാമം അങ്ങേയറ്റം ശ്രേഷ്ഠമായ ശക്തിമത്തായ ഒരു നാമമാണ്. ജപിച്ചു നോക്കിക്കോളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ജപിച്ചു നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഓം വസുധരായേ സ്വാഹ. ഇതാണ് ഈ നാമം. ഓം വസുധരായേ സ്വാഹ. ഓം വസുധരായേ സ്വാഹ. വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ശുദ്ധിയോടുകൂടി വേണം നിങ്ങൾ ജപിക്കാനായിട്ട്. തീർച്ചയായിട്ടും വലിയ ഫലം തരുന്ന ഒരു നാമമാണ്. വിശ്വസിക്കണം. ഈ നാമം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് പ്രാർത്ഥിക്കണം. അല്ലാതെ ഇങ്ങനെ ഇളകുന്ന മനസ്സോടുകൂടി പ്രാർത്ഥിക്കരുത്. അതിരാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമാണുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാകും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.